നല്ല ക്ഷീണം. ഇനി ഒരു പൊടി പോലും മുന്നോട്ട് നടക്കാൻ എന്നെ കൊണ്ട് മേല. ഇനിയിപ്പോ ടാക്സി സ്റ്റാൻഡ് വരെ നടക്കണോ? ഇവിടുന്ന് ഒരു ഓട്ടോ പിടിച്ചു പോയാ പോരെ? ഈ ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് ടാക്സി പിടിച്ചു പോയാ പോരെ? മാത്രമല്ല ഓട്ടോയിൽ പോയാൽ സമയത്തൊന്നും എത്തില്ല. ടാക്സി തന്നെ വിളിക്കാം. വാ നടക്ക്. ഇവരെന്താ ഇവിടേക്ക് വന്നേ? നടന്നതൊന്നും പറയാൻ നിൽക്കണ്ട. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? കല്യാണം പോലും കൂടാൻ നിൽക്കാതെ ഞാൻ നിങ്ങളെ തേടി ഇറങ്ങിയതാ. നിങ്ങൾ ആരും എന്താ ഒന്നും മിണ്ടാത്തത്? നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് ദേഷ്യമാണല്ലേ? നിങ്ങൾ എങ്ങനെ കരുതിയാലും ശരി, ഞാൻ നിങ്ങളുടെ രണ്ടാം അമ്മയാ. അംബിക കാരണമാണ് നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നതെന്ന് എനിക്കറിയാം. അംബികയ്ക്ക് ആവശ്യത്തിന് കൊടുത്തിട്ടാ ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയത്. ആരുമില്ലാന്ന് കരുതി എന്റെ മക്കള് വിഷമിക്കരുത്. നിങ്ങൾക്ക് ഈ അമ്മയുണ്ട്. നിങ്ങൾ എങ്ങോട്ടും പോണ്ട, എന്റെ കൂടെ വന്നാ മതി. ഞങ്ങൾ എല്ലാരും ഇവിടം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോവാ. അതുകൊണ്ട് തന്നെ തൽക്കാലം ആരുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അമ്മ എന്ന നിലയില് എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഓ, വലിയ ഉപകാരം. നമുക്ക് പോവാം. മക്കളെ നിക്ക്. നിങ്ങൾ ഈ ബാഗും ഒക്കെ പിടിച്ച് വെയിലും കൊണ്ട് എങ്ങോട്ടാ? എന്റെ വണ്ടി ഉണ്ടല്ലോ, എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവിടാം. ഇനിയിപ്പൊ എന്താ ആലോചിക്കാനുള്ളത്? നിങ്ങൾ വാ, ഞാൻ നിങ്ങൾ എവിടെയാന്ന് വെച്ചാ കൊണ്ടാക്കി തരാം. നിങ്ങൾ ഈ ബാഗും പെട്ടിയൊക്കെ പിടിച്ച് വഴി കൂടെ തേരാ പര നടക്കണോ? വന്ന് വണ്ടി കയറ്. വാ വാ, നടക്ക്. നിങ്ങൾ എന്താ ഇങ്ങനെ ബലം പിടിച്ചിരിക്കുന്നേ? ഞാൻ നിങ്ങളെ സഹായിക്കാൻ വന്നതാ. നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ആവശ്യപ്പെടാം. ആ, അതൊക്കെ പോട്ടെ. നിങ്ങളെ ഞാൻ എവിടെയാ വിടേണ്ടത്? ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് വിട്ടാ മതി. അതെന്തിനാ എല്ലാരും കൂടി ഹോസ്പിറ്റലിലേക്ക് പോന്നെ? അല്ല, എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിൽ പറയണ്ട. ഞങ്ങളുടെ ഒരു സുഹൃത്തിന് ഒരു അപകടം പറ്റി ഗീത ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കെ. അവിടെ പോയി ആ സുഹൃത്തിനെ ഒന്ന് കാണണം. അതിനെന്താ ബുദ്ധിമുട്ട്? ഞാൻ നിങ്ങളെ ഹോസ്പിറ്റലിൽ വിടാം. ഡ്രൈവർ, വണ്ടി ഗീത ഹോസ്പിറ്റലിലോട്ട് പോട്ടെ. ശരി മാഡം. ഇനിയിപ്പോ ഇവിടുമാരെ എന്നെ പറ്റിക്കാൻ വേണ്ടി കള്ളം പറയുന്നതായിരിക്കോ? എന്തായാലും ആശുപത്രിയിൽ എത്തിയിട്ട് ബാക്കി നോക്കാം. ഞാനെന്താ ഇവളുമാരുടെയൊക്കെ ഡ്രൈവറോ? പോന്ന പോക്ക് കണ്ടില്ലേ? ഒരു താങ്ക്സ് പോലും പറയാതെ. നന്ദി കെട്ട വർഗം.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.